തിരിച്ചുവരാത്ത യാത്രയിലേക്ക് ആ പ്രവാസി മലയാളികൾ മടങ്ങി. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി കേരളം. അന്ത്യാഞ്ജലി അർപ്പിച്ചു നാട്. എന്തു കൊടുത്താലും ജീവന് പകരമാകില്ലെന്ന് മുഖ്യമന്ത്രി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പെന്ന് കെ.വി. സിംഗ്. നെഞ്ചു പൊള്ളി നാട്. പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് KGA ഗ്രൂപ്പ്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് ഡയറക്ടർ. ഏത് അന്വേഷണത്തോടും സഹകരിക്കും. മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഫൊക്കാന. വീണ ജോർജിന് യാത്രാനുമതി നിഷേധിച്ചതിൽ വിവാദം. അതൃപ്തി പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി. സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ആ ഒരു വിവാദത്തിന്റെ സമയം അല്ല, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. കേന്ദ്രം നൽകിയത് തെറ്റായ സന്ദേശമെന്ന് VD സതീശൻ. അനാവശ്യ വിവാദമെന്ന് BJP. ആരോഗ്യമന്ത്രി പോയിട്ട് ഒന്നും ചെയ്യാനില്ലെന്ന് ഗവർണർ. ബാർകോഡ് ആരോപണത്തിൽ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തു. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ വിശദാംശങ്ങൾ തേടി ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അർജുൻ. അനിമോനുമായി മകന് നേരിട്ട് ബന്ധമില്ലെന്ന് തിരുവഞ്ചൂർ. സിക്കിം പ്രളയത്തിൽ 9 മരണം. കനത്ത മഴ തുടരുന്നു. പലയിടത്തും മണ്ണിടിച്ചിൽ. വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഫുട്ബോൾ ആരവത്തിലേക്ക് ലോകം. യൂറോപ്പിന് ഇന്ന് കിക്ക് ഓഫ്. ജർമ്മനിയുടെ എതിരാളികൾ സ്കോട്ട്ലൻഡ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുന്നംകുളം വീനാഗൽ ബെറിയൽ സെമിത്തേരിയിലാണ് ബിനോയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. മലപ്പുറം കൂട്ടായിലെ നൂഹിറിന്റെ ഖബറടക്കം കൂട്ടായിലെ റാത്തിബ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടന്നു. പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂർ ശാന്തി തീരത്തേക്ക് കൊണ്ടുപോയി. നിരണം സ്വദേശി മാത്യു തോമസ്, മേപ്രയാൽ സ്വദേശി തോമസ് വി ഉമ്മൻ, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ മൃതദേഹം ഇടപ്പോൺ ജോസ്കോ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. PV മുരളീധരൻ നായരുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തിരുവനന്തപുരത്തെ അരുൺ ബാബുവിന്റെ മൃതദേഹം വെമ്പായത്തെ ഭാര്യയുടെ വസതിയിലെത്തിച്ച ശേഷമാണ് നെടുമങ്ങാട് ഉഴമലക്കിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നടന്ന പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയി. വർക്കലയിലെ ശ്രീജേഷിന്റെ മൃതദേഹം സഹോദരിയുടെ വീട്ടിലെത്തിച്ചു. തിരുവനന്തപുരത്ത് അരുൺ ബാബുവിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയി. VAV വിനോദ് ചേരുന്നു. വിനോദ്, സംസ്കാര ചടങ്ങുകൾക്കായി ഭൗതികദേഹം
കൊണ്ടുപോയിരിക്കുന്ന കാഴ്ച എത്രത്തോളം വികാരഭരിതമായിട്ട് കൂടിയായിരുന്നു ആ യാത്രയപ്പ്? നാടെങ്ങനെയാണ് അരുൺ ബാബുവിന് വിട ചൊല്ലിയത്? അപർണ, വലിയ ജനസഞ്ചയമാണ് പൊതുദർശനത്തിനെത്തിയത്. അരുൺ ബാബുവിന്റെ കുടുംബ വീട്ടിലും അതോടൊപ്പം തന്നെ നേരത്തെ വെമ്പായത്ത് ഭാര്യ വീട്ടിലും ഭൗതികദേഹം കൊണ്ട് എത്തിച്ചിരുന്നു. അവിടെ എല്ലാം തന്നെ ഈ പൊതുപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും വലിയ വേദനയോടുകൂടി നിറയുന്ന ഒരു ജനസഞ്ചയം, ആ ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് രണ്ടിടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അരുൺ ബാബുവിന്റെ ഉഴമലക്കിലെ കുടുംബ വീട്ടിൽ നിന്ന് സംസ്കാര ചടങ്ങിനായി ഭൗതികദേഹം കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ അരുൺ ബാബുവിന്റെ തന്നെ പേരിലുള്ള പുരയിടമുണ്ട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ ബാബുവിന് 2 പെൺമക്കളാണ്. 13 വയസ്സും 3 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയ്ക്കൊപ്പം വെമ്പായത്തെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ആംബുലൻസിൽ ഈ മൃതദേഹത്തോടൊപ്പം കുടുംബ വീട്ടിലേക്ക് വരികയും അവിടെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം ഇപ്പോൾ സംസ്കാരത്തിനായി കൊണ്ടുപോവുകയാണ്. ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അരുൺ ബാബു നേരത്തെ വിദേശത്തായിരുന്നു. കോവിഡിന്റെ സമയത്ത് ജോലി പ്രതിസന്ധിയിലാകുകയും പിന്നീട് നാട്ടിലേക്ക് തിരികെ എത്തുകയുമായിരുന്നു. ഏതാണ്ട് 8 മാസം മുൻപാണ് വീണ്ടും ഒരു അക്കൗണ്ടന്റായി കുവൈറ്റിലേക്ക് ജോലി തേടിപ്പോയത്. വീട് വെക്കുക, അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഒഴിവാക്കുക, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുക, ഇങ്ങനെയുള്ള സാധാരണക്കാരന്റെ സ്വപ്നങ്ങളും പേറി വിദേശത്തേക്ക് പോയ അരുൺ ബാബു ഇപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം ചിറകറ്റി വീണിരിക്കുന്നു. അത് കരിഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാഴ്ച, ചേതനയേറ്റ ശരീരമായി അരുൺ ബാബു തിരികെ ഒരു ആണികറച്ച പെട്ടിയിൽ മുഖം പോലും ബന്ധുക്കൾക്ക് കാണാനാകാത്ത വിധം വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയായി തിരികെ ജന്മനാട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ നാട്ടുകാരെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. 37 വയസ്സാണ് അരുൺ ബാബുവിന്റെ ചെറുപ്പകാലം. അത് നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും യുവത്വം തുളുമ്പുന്ന അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ജാതിമത ഭേദമന്യേ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, എല്ലാ ആരാധനാലയങ്ങളിലും പോകുന്ന, എല്ലാ യുവാക്കളുടെ ടൂർണമെന്റുകൾ, ഫുട്ബോൾ ടൂർണമെന്റ് ആകട്ടെ, അങ്ങനെയെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന, അതിന്റെ ഭാഗമായ ഒരു യുവാവ് ഒരു കുടുംബജീവിതമാകുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബം നല്ല രീതിയിൽ വരിക, അധ്വാനത്തിലൂടെ ആ കുടുംബത്തെ പരിപോഷിപ്പിക്കുക, കുടുംബം ബുദ്ധിമുട്ടില്ലാതെ അന്യമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുക, തന്നെ ആശ്രയിക്കുന്നവരുടെ കണ്ണു നിറയാതിരിക്കുക. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും തന്നെ നിറച്ചുകൊണ്ട് അരുൺ ബാബു യാത്രയായിരിക്കുന്നു. ഓർമ്മ വിനോദ് വിവരങ്ങൾ നൽകുന്നു. നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് കടന്നിരിക്കുന്നത്. 8 മാസം മുൻപാണ് അരുൺ ബാബു ഭാര്യയും 2 മക്കളെയും നെടുമങ്ങാടുള്ള വീട്ടിലാക്കി കുവൈറ്റിലേക്ക് പോയത്. ഏറെ ആഗ്രഹങ്ങൾ ബാക്കി നിർത്തിക്കൂടി യാത്രയാവുകയാണ് ആ ചെറുപ്പക്കാരൻ. കടങ്ങൾ തീർക്കണമെന്നുണ്ടായിരുന്നു, പൂർത്തിയാകാത്ത വീട്, മകളെ നീന്തൽ താരമാക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളെല്ലാം ബാക്കി നിർത്തി കൂടിയാണ് അരുൺ മടങ്ങുന്നത്. കൊല്ലത്ത് നിന്നുള്ള കാഴ്ചകളിലേക്ക് ഇനി കൊല്ലം ശൂരനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ്റെ സംസ്കാര ചടങ്ങുകളും പൂർണ്ണമാകുന്നു. ഷമീറും വീട് എന്നുള്ള വലിയ സ്വപ്നം പൂർണ്ണമാക്കാനുള്ള ആ ഓട്ടത്തിലായിരുന്നു. അതാണ് ഒരു പ്രവാസിയാകാൻ ഷമീറിനെ നിർബന്ധിതമാക്കിയത്. പക്ഷേ ആ ആഗ്രഹവും പൂർണ്ണമായില്ല. അത് നടപ്പാകുന്നതിന് മുൻപ് തന്നെ മരണവാർത്ത എത്തി. അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെ കൂടിയാണ് ഷമീറിൻ്റെ മരണം സംഭവിക്കുന്നത്. NBTCയിലെ ഡ്രൈവർ കൂടിയായിരുന്നു ഷമീർ. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഷമീറിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായോ? എത്രത്തോളം വിഷമത്തോടുകൂടി, വേദനയോടു കൂടിയാണ് നാടും നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ഷമീറിന് വിട ചൊല്ലിയത്? വളരെ വൈകാരികമായിട്ട് തന്നെയാണ് ഷബീറിന്റെ യാത്രാമൊഴി നാട്ടുകാർ നൽകിയിരിക്കുന്നത്. വലിയ സ്നേഹാവലി തന്നെയാണ്. വേദനയോടെ രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. നന്നായി പാടുപെട്ടു ഈ നാളുകളെ നിയന്ത്രിക്കാൻ പോലീസുകാരെന്നുള്ളത് തന്നെയാണ്. അത്രയും അധികം ജനം പ്രവാഹം തന്നെയായിരുന്നു. ഒരു നോക്ക് അവസാനമായി ഷമീറിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചു പോവുകയും ചെയ്തപ്പോൾ കലൂർ താമരക്കുളം കലൂർ ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഇപ്പോൾ ഖബർ അടക്കം നടത്തിയിരുന്നത്. അതിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അവസാനവട്ട പ്രാർത്ഥനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
നേരത്തെ നമുക്കറിയാം ഏറെ സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഷമീറിന്റെ വിയോഗം പുറത്തു വരികയും ചെയ്തത്. നമുക്കറിയാം ഏറെ വേദനയോടെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആ മൃതദേഹം കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇത്രയും പേർ രാവിലെ മുതൽ തന്നെ ഒരുപക്ഷെ പുലർച്ചയോടുകൂടി തന്നെ ഇവിടേക്ക് വലിയ ജനപ്രവാസം തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഏവരും പ്രാർത്ഥനയോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വേറെ ഒന്നും പറ്റരുതേ, അല്ലെങ്കിൽ ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു കുടുംബം. ഭാര്യ പത്തനാപുരം സ്വദേശിയാണ്, സുറുമിയാണ്. 1.5 വർഷം മുമ്പായിരുന്നു ഈ വിവാഹം കഴിഞ്ഞത്. 8 മാസം മുമ്പ് ഇതും വന്ന് ഇവിടെ നിന്ന് മടങ്ങിയതായിരുന്നു. ഇനി വേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു വീട്, സ്വന്തമായി ഒരു വീട് പണിയുക എന്നുള്ളൊരു സ്വപ്നം ഏറെക്കാലമായി സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ പറയാറുണ്ടായിരുന്നു. അത് അവർ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. ആ സ്വപ്നം ബാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷമീർ വിടവാങ്ങിയിരിക്കുന്നത്. അടുത്ത മാസം, അതായത് 2 മാസത്തിനുള്ളിൽ തന്നെ വീടിന്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി ചില കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടാനാകും. അതിനുശേഷം വീടിന്റെ പണികൾ ആരംഭിക്കാനായി താൻ 2 മാസത്തിനകം തന്നെ തിരികെ നാട്ടിലേക്ക് വരുമെന്നുള്ള വിവരം നേരത്തെ തന്നെ ആ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു, ഭാര്യയെ അറിയിച്ചിരുന്നു, സഹോദരനെ അറിയിച്ചിരുന്നു, സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു. അവരെല്ലാം തന്നെ ആ അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവുകയും ഷമീറിന്റെ ജീവൻ കവർന്നെടുക്കുകയും ചെയ്ത് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെ അവസാനവട്ട പ്രാർത്ഥന നടക്കുകയാണ്. മിഥുൻ വിവരങ്ങൾ നൽകുന്നത് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങളാണ് മിഥുൻ നൽകിയത്. ഷമീർ 8 മാസം മുമ്പ് ആണ് ഷമീർ നാട്ടിൽ വന്ന് മടങ്ങിയത്. അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെ കൂടിയാണ് മരണം ഷമീറിനെ തിരികെ വിളിച്ചിരിക്കുന്നത്. അത്യന്തം ദുഃഖകരമായിട്ടുള്ള കാഴ്ചകൾ, പ്രിയപ്പെട്ടവരുടെ, ഉറ്റവരുടെ, നാട്ടുകാരുടെ എല്ലാം വേദന പ്രകടമാകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. മലപ്പുറത്ത് പുലാമന്തോൾ സ്വദേശിയായ ബാഹുലയൻ്റെ മൃതദേഹവും സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുന്നു. 7.5 വർഷത്തോളമായി കുവൈറ്റിൽ ഉള്ള പ്രവാസി കൂടിയായിരുന്നു ബാഹുലയൻ. ആ 7.5 വർഷമാകുന്ന ആ വേളയിൽ കൂടിയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ക്യാഷ്യറായിട്ട് ജോലി ചെയ്യുന്നവരുടെയാണ് ഈ അപകടത്തിന് ഇരയാകുന്നത്. CV അനുമോദിൻ്റെ റിപ്പോർട്ട് കൂടി കാണാം. വൈകുന്നേരം 3:30യോടെയാണ് ബാഹുലയൻ്റെ മൃതദേഹം പുലാമന്തോളിലെ വസതിയിൽ എത്തിച്ചത്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നിരുന്നു. MP-മാരായ ET മുഹമ്മദ് ബഷീർ, VK ശ്രീകണ്ഠൻ, അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി, നജീബ് കാന്തപുരം എന്നിവർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് കളക്ടർ VR വിനോദും SP-യും അന്ത്യാഞ്ജലി അർപ്പിച്ചു. വലിയ ജനബാഹുല്യം നമുക്കറിയാം. ആ ചെറിയ പ്രായം മുതൽ തന്നെ ഈ പുലാമന്തോളിൽ മാത്രമല്ല ഈ മേഖലയിലൊക്കെ വിവിധ തലങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബാഹുലയൻ്റെ. ക്ലബ്ബിലാകട്ടെ, അതിനുശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാവട്ടെ, യുവജന പ്രസ്ഥാനങ്ങളിലാകട്ടെ, അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ ജനപിന്തുണയുള്ള അല്ലെങ്കിൽ ജനകീയമായ കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ബാഹുലയൻ. ബാഹുലയൻ അച്ഛൻ വേലായുധനാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. അതിലുപരി ജനങ്ങളുമായി താഴെത്തട്ടിൽ ഏറെ ബന്ധം സൂക്ഷിക്കുന്ന, അവരുടെ ഓരോ ചെറിയ പ്രശ്നത്തിലും ഇടപെട്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിനുണ്ടായ ഈ വിധിയിൽ, ഈ വേദനയിൽ നാടൊക്കെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 3:30യോടെ ബാഹുലയൻ്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചു. ആദ്യം വീടിനുള്ളിൽ മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് തുടർന്ന് പൊതുദർശനത്തിനായി സജ്ജീകരിച്ച ഇടത്തേക്ക് കൊണ്ടുവന്നു. ഏകദേശം 3/4 മണിക്കൂറിലധികം സമയം പൊതുദർശനം നീണ്ടുനിന്നു. 100 കണക്കിന് ആളുകൾ ഈ ഒരു സമയം കൊണ്ട് ബാഹുലയൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. തുടർന്ന് 4:45ഓടെയാണ് ബാഹുലയൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായി ഭൗതിക ശരീരം ഷൊർണൂരിലെ ശാന്തി തീരത്തേക്ക് കൊണ്ടുപോയത്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളായ 3 പേരുടെ മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിക്കുക. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം ഞായറാഴ്ചയും, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും.
ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഇത്തിത്താനത്തുള്ള ചങ്ങനാശ്ശേരിക്ക് സമീപം ഇത്തിത്താനത്തുള്ള ശ്രീഹരിയുടെ വസതിയിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് ഇന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്തായാലും മൃതദേഹങ്ങൾ വിവിധ സ്വകാര്യ ആശുപത്രി മോർച്ചറികളിൽ സൂക്ഷിക്കുക എന്നുള്ള തീരുമാനമാണ് 3 കുടുംബങ്ങളും എടുത്തിട്ടുള്ളത്. ഞായറാഴ്ചയായിരിക്കും നാളെ സംസ്കാരം നടത്തുക എന്നുള്ളതായിരുന്നു ശ്രീഹരിയുടെ കുടുംബത്തിൻ്റെ ആദ്യ തീരുമാനം. അത് ഞായറാഴ്ച സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സംസ്കാരം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് കുടുംബം ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ്റെ മൃതദേഹം തിങ്കളാഴ്ച മാത്രമായിരിക്കും സംസ്കരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഷിബു വർഗീസിൻ്റെ ഈ പായിപ്പാട് സ്വദേശിയായ ഷിബു വർഗീസിൻ്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച ശേഷം തിങ്കളാഴ്ച സംസ്കാരം എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. മാന്നാനത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ സ്റ്റെഫിൻ്റെ മൃതദേഹം സൂക്ഷിക്കുക. എന്തായാലും ഈ വിദേശത്ത് മറ്റു പലരും വിദേശത്ത് നിന്ന് ബന്ധുക്കളടക്കം എത്താനുണ്ട്. ആ ഒരു സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് സംസ്കാരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ 2 കുടുംബങ്ങളും തീരുമാനിച്ചത്. ഇപ്പുറത്ത് ശ്രീഹരിയുടെ കാര്യത്തിലും അതാണ് തീരുമാനമുണ്ടാകുക. എന്തായാലും വേദനയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലെല്ലാവരും. പ്രദീപ്, അതായത് ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് എത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മയും ഈ ശ്രീഹരിയുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേവലം ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ശ്രീഹരി കുവൈറ്റിൽ ജോലിയിൽ എത്തിയിട്ട്. പ്രദീപാണെങ്കിൽ 8 വർഷത്തോളമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. ഒരേ കമ്പനിയിൽ തന്നെയാണ് 2 പേരും ജോലി ചെയ്യുന്നത്. പക്ഷേ 2 താമസ സ്ഥലത്ത് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. 15 കിലോമീറ്റർ ദൂരെയാണ് പ്രദീപ് താമസിച്ചിരുന്നത്. വിവരം അറിഞ്ഞെത്തിയ ഉടൻ തന്നെ ഈ സംഭവം മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയെങ്കിലും കയ്യിലെ ടാറ്റുവും മറ്റും കണ്ടുകൊണ്ടാണ് മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രദീപ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വളരെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യത്തിലേക്കാണ് ഈ കുടുംബങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെഫിൻ്റെ കാര്യത്തിൽ പുതിയ വീട് വെച്ച ശേഷം അവിടേക്ക് താമസം മാറാൻ ഇരിക്കുന്നു. ഒപ്പം തന്നെ പുതിയൊരു കാറ് ബുക്ക് ചെയ്ത് ഇന്ന് കിട്ടാനിരിക്കുകയാണ് ഈ വിയോഗ വാർത്ത വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മാതാവും പിതാവും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് കുവൈറ്റിൽ തന്നെയുള്ള ഒരു സഹോദരൻ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ഒരു സഹോദരനുമാണ് സ്റ്റെഫിന് ഉള്ളത്. ഷിബു വർഗീസിൻ്റെ കാര്യത്തിലും സമാനമാണ് സ്ഥിതിവിശേഷം. ചെങ്ങന്നൂരിൽ മരിച്ച ഒരാൾ ഷിബു വർഗീസിൻ്റെ ബന്ധു കൂടിയാണ് എന്നുള്ള ഒരു അതുകൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഭാര്യയും ഒരു കുഞ്ഞും ഒക്കെയാണ് ഷിബു വർഗീസിനെ സംബന്ധിച്ചും ഉള്ളത്. എന്തായാലും ഈ സംസ്കാരം സംബന്ധിച്ച് ഇനിയും അന്തിമമായ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പായിപ്പാട് സ്വദേശിയുടെ ഷിബു വർഗീസിൻ്റെ ബന്ധുക്കൾ കൂടി എത്തിയ ശേഷം മാത്രമായിരിക്കും എപ്പോൾ ഏത് സമയത്ത് സംസ്കാരം എന്ന കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. തൊട്ടിപ്പുറത്ത് ശ്രീഹരിയുടെ കാര്യത്തിൽ പക്ഷേ പിതാവ് കൂടി എത്തിയതോടെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. എന്തായാലും ദുഃഖാർത്തരായ കുടുംബങ്ങളാണ് അവർ. വേദനയോടുകൂടി ഇവരെയൊക്കെ ഒരു നോക്ക് കാണാൻ, ഈ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും നാളെയുമൊക്കെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരിക. കാസർഗോഡ് ചെങ്ങള സ്വദേശി രഞ്ജിത്തിൻ്റെയും ഇളമ്പച്ചിയിലെ കേളു പൊന്മലരിയുടെയും മൃതദേഹങ്ങൾ 7 മണിയോടെയാണ് വീടുകളിൽ എത്തിക്കുക. തുടർന്നാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. KV ബൈജു ചേരുന്നു. ബൈജു, സംസ്കാര ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ മുഴുവൻ വീടുകൾക്ക് ചുറ്റും എത്തിയിരിക്കുന്ന കാഴ്ചകളൊക്കെ നേരത്തെയും കണ്ടതാണ്. ഏത് തരത്തിലുള്ള ഒരു യാത്രയയപ്പ് കൂടിയാണ് നൽകുന്നത് ഇരുവർക്കും സ്വദേശം? തീർച്ചയായും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അധികൃതരും അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം മാഹി കഴിഞ്ഞിരിക്കുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക ആംബുലൻസ്. ഏതായാലും 7-7:30 തന്നെ കാസർഗോഡ് ജില്ലയിലെത്തും. മറ്റ് പൊതുദർശനമാണ്. ആദ്യം കാലിക്കടവിലാണ് കേളുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം പിലിക്കോടുള്ള സമുദായ ശ്മശാനത്തിലാണ്
ഇത്തരത്തിലുള്ള മറ്റു ചടങ്ങുകൾ നടക്കുക, സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ മൃതദേഹം ആദ്യം വീട്ടിന് തൊട്ട് സമീപത്തായി പൊതുദർശനത്തിന് വെക്കും. പിന്നീട് മറ്റ് ചടങ്ങുകൾക്ക് ശേഷം വീടിന് തൊട്ടടുത്തുള്ള അവരുടെ കുടുംബ ശ്മശാനത്തിനാണ് സംസ്കാര ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഇരുവരുടെയും മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അല്പസമയം മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വീട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് 50 ലക്ഷം രൂപ വീതം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകണം കേന്ദ്ര സർക്കാർ എന്നാണ്. അതുകൂടാതെ സംസ്ഥാന സർക്കാരും ഇവരുടെ സഹായം ധനം വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് അടുത്ത പാർലമെന്റ് സെഷനിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിരവധി പേരാണ് ഈ വീടുകളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. KV ബൈജു കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ ഇനി പത്തനംതിട്ടയിലെ വിവരങ്ങളിലേക്ക് കൂടി വാഴമുട്ടത്തെ മുരളീധരൻ നായരുടെ വീട്ടിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായി കഴിഞ്ഞോ? വൈകിട്ട് 4:30യോടെയാണ് PV മുരളീധരൻ നായരുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ പ്രമാടത്തെ വാഴമുട്ടത്തെ വീട്ടിൽ എത്തിച്ചത്. തുടർന്ന് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. കോന്നി MLAയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ പ്രതിനിധികൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം തന്നെ വീട്ടിലേക്ക് എത്തിച്ച ഭൗതിക ശരീരം പിന്നീട് വീടിനകത്തേക്ക് പ്രവേശിപ്പിച്ച് ഭാര്യയെയും ബന്ധുക്കളെയും അടക്കമുള്ള ആളുകളെ കാണിച്ചു. പിന്നീടായിരുന്നു പുറത്ത് പൊതുദർശനത്തിന് വെച്ചത്. വൈകിട്ട് ഇന്ന് ഇവിടെ നടന്നത് PV മുരളീധരൻ നായരുടെ സംസ്കാരം മാത്രമാണ്. ബാക്കിയുള്ള 5 പേരുടെയും ഭൗതിക ശരീരങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികളിലായി വിവിധ ഇടങ്ങളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ബാക്കിയുള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ നാട് എന്ന് പറയാം. കാരണം ദീർഘകാലത്തെ പ്രവാസ ജീവിതം, അതായത് 32 വർഷക്കാലമായി നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഇത്തരം ഒരു മടക്കയാത്ര ഒരിക്കലും കുടുംബം പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇദ്ദേഹം പുക ശ്വസിച്ചാണ് മരണത്തിലേക്ക് പോയതെന്നൊക്കെയാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവിടെ നിന്നുള്ള ജോലി അവസാനിപ്പിച്ച് മടങ്ങി വന്ന ആളാണ്. പക്ഷേ പിന്നീട് വീണ്ടും 1 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുണ്ടെന്ന് കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് മുരളീധരൻ നായർ വിദേശത്തേക്ക് മടങ്ങിപ്പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മക്കളും മകൾ ഗ്രീഷ്മയും ഒപ്പം തന്നെ മകൻ ഗിരീഷും ഭാര്യ ഗീതയും അവർക്ക് ഒരിക്കലും താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. ഇന്നലെ ഭാര്യ ഗീതയെ ഏറെ വൈകിയാണ് അദ്ദേഹത്തിന്റെ മരണവിവരം അറിയിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം തന്നെ മരണപ്പെട്ട സജു വർഗീസിന്റെയും ഒപ്പം തോമസ് ഉമ്മന്റെയും മറ്റ് ആകാശും തോമസ് മാത്യു അടക്കമുള്ള ആളുകളുടെയും ഒക്കെ ഭൗതിക ശരീരം മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതും അടുത്ത ദിവസങ്ങൾ, അതായത് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി അതിൻ്റെ സംസ്കാര ചടങ്ങുകളും ഉണ്ടാകും. പള്ളികളിലടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വിവിധ ആളുകളുടെ ബന്ധുക്കൾ പലയിടങ്ങളിലായി ഉണ്ട്, അവരൊക്കെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാലതാമസം അതിന് വരുന്നത്. ചൊവ്വാഴ്ചയോടുകൂടി എല്ലാവരുടെയും മൃതദേഹം സംസ്കരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരണ്യ സ്നേഹജൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയുടെ കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സയാണ് ലഭ്യമാക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വളരെ വേഗം സുഖം പ്രാപിച്ച അവർക്ക് ആശുപത്രി വിടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. The authorities were very quick about it. They immediately undertook the task of completing the formalities, and we managed to bring back the bodies here as soon as possible. We also visited 5 hospitals where there were around 32 to 35 patients who were being treated of Indian origin who were injured in that fire. I would also like to thank the hospital staff of each hospital that exceptional care is being taken by the hospital staff and the doctors of those patients. എന്ത് കൊടുത്താലും ജീവന് പകരമാകില്ലെന്ന് മുഖ്യമന്ത്രി. എങ്കിലും മതിയായ നഷ്ടപരിഹാരം കുടുംബത്തിന് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാകണം. ഇന്ത്യ ഗവൺമെന്റ് കുവൈറ്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഏതെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഗൗരവമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. കേന്ദ്ര സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൽ മതിയായ നഷ്ടപരിഹാരം
എന്ത് കൊടുത്താലും ജീവന് പകരമാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അത്തരം കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കണം. അത് കുവൈറ്റ് സർക്കാർ സ്വാഭാവികമായും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇന്ത്യ ഗവൺമെൻറ് കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും കുവൈത്തിൽ സ്വീകരിക്കണം. അതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടലുണ്ടാവണം. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം ഒരേ മനസ്സോടെ ഏകോപിച്ച് നീങ്ങുകയാണ് വേണ്ടത്. കുവൈറ്റ് ദുരന്തത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് KJ ഗ്രൂപ്പ് ഡയറക്ടർ KC ഈപ്പൻ ന്യൂസ് 18നോട്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് തെളിഞ്ഞു. KJ എബ്രഹാം കേരളത്തിലുണ്ട്. ഏത് അന്വേഷണത്തോടും സഹകരിക്കും. നഷ്ടപരിഹാരം ഉടൻ നൽകും. ഇൻഷുറൻസ് പരിരക്ഷ വേഗത്തിൽ നടപ്പിലാക്കുമെന്നും KJ ഗ്രൂപ്പ് ഡയറക്ടർ വ്യക്തമാക്കി. സർക്യൂട്ട് ആണ് കാരണം. അത് കഴിഞ്ഞ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരും അതാണ് പറഞ്ഞിരിക്കുന്നത്, ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുവൈറ്റ് ഗവൺമെന്റിന്റെ എല്ലാ ഗൈഡ് ലൈൻ പ്രകാരമുള്ള എല്ലാ സുരക്ഷിത മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത്. അതുകൂടാതെ ലോക്കൽ മുനിസിപ്പാലിറ്റി ഉണ്ട്, അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അവരുടെ ഇൻസ്പെക്ഷൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതൊക്കെ എല്ലാം കൃത്യമായ രീതിയിൽ പാലിച്ചു പോകുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്രയും വർഷമായ ഒരു കമ്പനി അല്ലേ, ഞങ്ങളെ ഒരു ഓൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്താണ് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഞങ്ങള് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ച് ഒരു ആശ്വാസധനമായിട്ട് അധികം താമസിക്കാതെ ഒരു 8 ലക്ഷം രൂപ ഉടനടി കൊടുക്കുന്നതാണ്. ഇന്ന് രാവിലെ കേരളത്തിലുള്ള എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് ഒരു ക്രിമേഷൻ എക്സ്പെൻസിന് വേണ്ടി ഒരു ക്യാഷ് ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രതിനിധികള്. തീർച്ചയായിട്ടും നമ്മൾ അന്ന് മുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട രീതിയിലുള്ള സഹകരണങ്ങൾ നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കും അതിനകത്ത് വളരെ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാ രീതിയിലും നമ്മൾ അതൊക്കെ ആ രീതിയിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതം ഫൊക്കാന നൽകും. ലോക കേരള സഭയിലാണ് പ്രഖ്യാപനം. അമേരിക്കൻ പ്രവാസി സംഘടനയാണ് ഫൊക്കാന. കുവൈറ്റിൽ മരിച്ച കൊല്ലം സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം നാളെ നടക്കും. ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ വീട്ടിലെത്തിക്കുകയും വെളിച്ചിക്കാലയിലെ IPC എബനേസർ ചർച്ചിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. വിനീഷിന്റെ റിപ്പോർട്ടിലേക്ക്. ബുധനാഴ്ച കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളിലെ ലൂക്കോസിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, വളരെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലൂക്കോസിന്റെ ബന്ധുമിത്രാദികളും അതുപോലെ നാട്ടുകാരെല്ലാം തന്നെ ഒരു വാർത്തയറിഞ്ഞ് ഈ ഒരു മരണ വാർത്തയറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി നാടും നാട്ടുകാരും എല്ലാം തന്നെ വീട്ടുകാരുൾപ്പെടെ ഇവിടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബന്ധുക്കളുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ ബോഡി വീട്ടിൽ കൊണ്ടുവരാം. പിന്നെ നമ്മൾ മോർച്ചറി വെക്കാനുള്ള കിംസ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കളക്ടർ നേരത്തെ ജില്ലാ മജിസ്ട്രേറ്റും തഹസീൽദാറൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവിടെ വന്ന് അവരാണ് ബോഡി റിസീവ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസമാണ് ശരിക്കും 1 വർഷം കംപ്ലീറ്റ് ആയിരുന്നത്. പുള്ളി അന്നേരം വരാണ്ടിരുന്നതാണ്. പക്ഷേ ഈ മോളുടെ ബാംഗ്ലൂരിലുള്ള അഡ്മിഷനൊക്കെ നോക്കിയിട്ട് അവളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ അടുത്ത മാസം. അപ്പോൾ മോള് നല്ല റിസൾട്ടൊക്കെ വന്നതുകൊണ്ട് മോൾക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു, മൊബൈലൊക്കെ വാങ്ങിച്ച്. അടുത്ത മാസം 2 ആഴ്ചയോടെ കഴിഞ്ഞ് പുള്ളി വരാനിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വിളിക്കാറുണ്ട്. 7 മണിയാകുമ്പോൾ, ഇവിടുത്തെ 7 മണിയാകുമ്പോൾ വിളിക്കാറുണ്ട്. പക്ഷേ മരണ ദിവസം വിളിച്ചില്ല. ലൂക്കോസ് ഈ വീടിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു. ഈ വീട്ടിലേക്ക്
ലൂക്കോസിൻ്റെ വിയോഗം താങ്ങാവുന്നതിനപ്പുറമായി തന്നെ മാറിയിരിക്കുകയാണ്. ഏകദേശം 18 വർഷമായി അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്നു. എസ് ഫിനിഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രയ്ക്ക് അനുമതി നൽകാത്തതിൽ അതൃപ്തി സൂചിപ്പിച്ച മുഖ്യമന്ത്രി. എന്നാൽ ഇപ്പോൾ വിവാദത്തിന്റെ സമയമല്ലെന്നും വിഷയം പിന്നീട് ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപിത ശ്രമമാണ് വേണ്ടത്. അതിന് കുവൈറ്റുമായി നിരന്തര ബന്ധം കേന്ദ്രത്തിൽ നിന്നുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ആ ഒരു വിവാദത്തിന്റെ സമയം അല്ല, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞങ്ങളൊരു മന്ത്രിയെ അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു. വീണ ജോർജ് ഇവിടെ വരെ വന്നതാണ്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റ് സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് ദൌർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായ സന്ദേശം. സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് മന്ത്രിയെ വിടാൻ തീരുമാനിച്ചതെന്നും സതീശൻ. ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് അവിശ്വസനീയമായൊരു സംഭവമാണ് നടന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, നിരവധി ഇന്ത്യക്കാരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും പേരുടെ മൃതശരീരങ്ങൾ ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൌർഭാഗ്യമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ്. കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടിയും മക്കളെ നോക്കുന്നതിനു വേണ്ടിയും ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖമെന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയാത്ത ദുഃഖമാണ്. ആ ദുഃഖത്തിൽ, ആ പ്രയാസത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ്. സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റിയും കൊച്ചിൻ എയർപോർട്ടും എല്ലാം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർക്ക് പോകാനുള്ള കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ആംബുലൻസിൽ അവരുടെ ബന്ധുക്കളെ കൂടി കയറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? നമ്മളെല്ലാം നിസ്സഹായരായി, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. വേറെ ഒന്നും നമുക്ക് പറയാൻ പോലും ഇല്ല, വാക്കുകൾ പോലും ഇല്ലാത്ത ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കുവൈറ്റിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ആവർത്തിച്ച് മന്ത്രി വീണ ജോർജ്. ദുരന്തമുഖത്തെ ഈ നിലപാട് വേണ്ടായിരുന്നു, മാനുഷികമായി ചിന്തിക്കാൻ കഴിയാത്തതാണ് ഇതെന്നും വീണ ജോർജ് പറഞ്ഞു. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല. അതിലിപ്പോൾ കാരണം നമ്മൾ ഒരു വലിയ ദുഃഖത്തിന്റെയും ദുരന്തത്തിന്റെയും മുഖത്താണുള്ളത്. ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം ഇക്കാര്യങ്ങൾ, കാരണം ഒരു വാക്കിനും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര അതിതീവ്ര ദുഃഖത്തിലാണ്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല. അത്രയും വളരെ കഠിനമായിട്ടുള്ള വിഷയം. കാരണം തലേദിവസം രാത്രിയും സംസാരിച്ച് ഉറങ്ങാൻ പോയവർ പിറ്റേന്ന് ആ മക്കളില്ല, അല്ല സഹോദരങ്ങളില്ല. അതൊരു വലിയ ഭയാനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വ്യക്തികളെ സംബന്ധിച്ചും കുടുംബങ്ങളെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും തീരാത്ത ദുഃഖമാണ്, തീരാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ ഈ മനുഷ്യന്റെ കണ്ണീരിലും ദുഃഖത്തിലും ഒക്കെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമെന്നൊരു മാനുഷികമായി നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തൊരു കാര്യമാണ്. മന്ത്രി വീണ ജോർജിന് കുവൈറ്റ് സന്ദർശിക്കാൻ കേന്ദ്രം അനുമതി നിഷേധിച്ചത് നിർഭാഗ്യകരമെന്ന് മന്ത്രി കെ രാജൻ. പരിക്കേറ്റവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിനും ഏകോപനത്തിനും ആ സന്ദർശനം അനിവാര്യമായിരുന്നുവെന്നും കെ രാജൻ പറഞ്ഞു. സ്റ്റേറ്റിന്റെ കോർഡിനേഷനെ ബാധിച്ചിട്ടില്ല. കാരണം ചീഫ് സെക്രട്ടറി അതാത് സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് ക്യാബിനറ്റ് കൂടിയപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ അങ്ങോട്ട് അയക്കാനുള്ള നിർദ്ദേശം എടുത്തത്. ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തിട്ടാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി അയച്ചു കൊടുത്തത്. അത് നിഷേധിക്കപ്പെട്ടത് വളരെ ദൌർഭാഗ്യകരമായി പോയി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു ദുരന്ത മുഹൂർത്തത്തിൽ അത്തരം വിധത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിനൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ യാത്രാനുമതി നിഷേധിച്ചതിൽ വിവാദം വേണ്ടെന്ന് സുരേഷ് ഗോപി. സംസ്ഥാനങ്ങൾക്ക് ഫെഡറലിസത്തിന് അകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനാവുക. ഒരു കുറ്റവും പറയാനാകാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് വിദേശകാര്യമന്ത്രി നടത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാം.
രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നിഷേധിച്ചത് വിവാദമാക്കേണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു. സംസ്ഥാന മന്ത്രിമാർ ചൊല്ലേണ്ട അടിയന്തര സാഹചര്യമില്ലായിരുന്നു. കുവൈറ്റിൽ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു മന്ത്രിയെ അവിടെ അയച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അടിയന്തരമായ മറ്റൊരു സാഹചര്യവുമില്ല. സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വിവാദം അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ. അവിടെ ഏകോപനത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഒരു പരാതിയും ഇത് സംബന്ധിച്ച് ഒരു കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല, മലയാളി സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് മാത്രമേ. കുവൈറ്റിലെ തീപിടുത്തം രാജ്യത്തിന്റെ മുഴുവൻ ദുരന്തമെന്ന് വി മുരളീധരൻ. ഈ ഘട്ടത്തിൽ വിവാദങ്ങൾ പാടില്ലെന്നും ചിലർ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഖേദകരമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഇത് രാജ്യത്തിന് മുഴുവൻ ദുരന്തമാണ്, രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ആ ശ്രമം വേദനാജനകമാണ്. ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ആരോഗ്യമന്ത്രി കുവൈറ്റിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു ദിവസത്തേക്ക് പോയി പിറ്റേ ദിവസം മടങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാകും? അത്തരം ഒരു യാത്ര തികച്ചും അനാവശ്യമാണെന്നും ഗവർണർ പറഞ്ഞു. They are reaching today, so you go yesterday, you go, come back again today. What is the So what will you achieve there even if you are able to reach there? വീണ്ടും ഇടവേള. ഈസ്റ്ററിന്റെ 40ാം ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന്റെ മൊഴിയെടുത്തു. തിരുവനന്തപുരം വെള്ളയമ്പലത്തിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായതിനാലാണ് അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തത്. മൊഴിയെടുപ്പ് 1.25 മണിക്കൂർ നീണ്ടു. ക്രൈംബ്രാഞ്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് അർജുൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഗ്രൂപ്പിലുള്ള ഫോൺ നമ്പർ താൻ കൈകാര്യം ചെയ്തിട്ടില്ല. ഭാര്യാപിതാവിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട നമ്പറാണത്. ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിൽ ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അർജുൻ രാധാകൃഷ്ണൻ പറഞ്ഞു. വിവിയറുടെ റിപ്പോർട്ടിലേക്ക്. ബാർക്കോഴ ആരോപണത്തിന് അടിസ്ഥാനമായ ശബ്ദരേഖ വന്ന ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു അർജുൻ രാധാകൃഷ്ണൻ. അർജുൻ രാധാകൃഷ്ണൻ നമ്പറിലാണ് ആ ഗ്രൂപ്പിൽ അഡ്മിൻ സ്ഥാനത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തത്. നേരത്തെ മന്ത്രി എം പി രാജേഷാണ് ബാർക്കോഴ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘം ഇപ്പോൾ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. ഇന്ന് അർജുൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ മൊഴിയെടുപ്പ് അദ്ദേഹത്തിന്റെ ശാസ്ത്രമംഗലത്തെ വീട്ടിൽ വെച്ചായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം 2 മണിക്കൂറിലേറെ അർജുൻ രാധാകൃഷ്ണനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, മൊഴിയെടുത്തു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് പ്രതീക്ഷയെന്ന് അർജുൻ രാധാകൃഷ്ണൻ പറഞ്ഞു. തന്റെ ഭാര്യാപിതാവിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട നമ്പറാണ് അതിന്റെ അഡ്മിന്റെ നമ്പർ, അതുകൊണ്ടാണ് തന്റെ പേര് അതിൽ വന്നതെന്നാണ് അർജുൻ രാധാകൃഷ്ണൻ മൊഴിയായി നൽകിയിട്ടുള്ളത്. അവര് വന്നു ആസ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ അവരോട് മറുപടി കൊടുത്തിട്ടുണ്ട്. അവരും തൃപ്തികരമായിട്ടാണ് അവർ തിരിച്ചു പോയെന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം. ഇനി ഒരു പ്രത്യേക ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യം ഞാൻ ഗ്രൂപ്പിലില്ല, അത് നേരത്തെ പറഞ്ഞല്ലോ. ഇനിയിപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ മേളിൽ ഓൾറെഡി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിൻ്റെ മേളിൽ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അദ്ദേഹം ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഓൾറെഡി
അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അതിൻ്റെ അകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്തതുമാണ്. ഗ്രൂപ്പിലുള്ള അഡ്മിൻ സ്ഥാനത്തുള്ള ഫോൺ നമ്പർ താൻ കൈകാര്യം ചെയ്യുന്ന നമ്പറല്ല എന്ന വിശദീകരണമാണ് അർജുൻ രാധാകൃഷ്ണൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല, ഈ വിവാദവുമായി ബന്ധപ്പെട്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ടോ ഒരു ബന്ധവുമില്ലെന്ന മൊഴിയാണ് അർജുൻ രാധാകൃഷ്ണൻ നൽകുന്നത്. പക്ഷേ CPM ഇടതുപക്ഷം ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന സംശയിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവിൻ്റെ മകൻ അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ മെസ്സേജ് വന്നത്, സന്ദേശം വന്നത് എന്നതുകൂടി അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്ന നിലപാടാണ് CPM-നും ഭരണപക്ഷത്തിനുമുള്ളത്. ഏതായാലും അന്വേഷണത്തിൽ എന്താണ് അർജുൻ രാധാകൃഷ്ണൻ വിഷയത്തിലെ റോഡ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈകാതെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ബാർക്കോഴയിൽ പ്രധാനപ്പെട്ട വിഷയം ശബ്ദരേഖ പുറത്തുപോയി എന്നുള്ളതല്ല, പണപ്പിരിവാണ് പ്രശ്നമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതിനെക്കുറിച്ചാണ് അന്വേഷണം നടക്കേണ്ടത്. CPM സംസ്ഥാന സമിതി അംഗത്തിന് വിഷയത്തിലുള്ള ബന്ധം അന്വേഷിക്കണം. മകൻ ഇതുമായി ഒരു ബന്ധവുമില്ല. അനുമോനുമായി മകന് നേരിട്ട് ബന്ധമില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഈ ശബ്ദരേഖ പുറത്തു പോയത് എന്തിനാണ്, എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നായി നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ശബ്ദരേഖയല്ല, ഇതിൻ്റെ പണപ്പിരിവാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ശബ്ദരേഖ ഉണ്ടായത് കറക്റ്റാണ് എന്നുള്ളതിൻ്റെ അർത്ഥം, പുറത്തറിഞ്ഞു എന്നുള്ളതിൻ്റെ ആക്ഷേപമുള്ളൂ. ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് DGPക്ക് ഒരു കത്ത് കൊടുത്തു. DGP സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടാകാം. അന്വേഷണം എവിടെ വരെ പോയി നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റേതായ മുറയ്ക്ക് പോകട്ടെ. ഇവിടെ ഞാനിതിനകത്ത് ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത് രാവിലെ എൻ്റെ ഓഫീസിൻ്റെ പടിക്കൽ CPM-ൻ്റെ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളൊക്കെ വളരെ ചുരുക്കമായിട്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, CPM-ൻ്റെ ആളുകൾ അവിടെ വന്ന് ഒരു സത്യാഗ്രഹത്തിന് എത്തി. രണ്ടാമത്തത്, എൻ്റെ മകൻ വിവാഹം കഴിച്ചിട്ടുള്ളത് തൊടുപുഴ എന്നാണ് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ഇരിക്കുന്നതിനകത്ത് മഹാഭൂരിപക്ഷ ആളുകളെ കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ തൊടുപുഴ എന്നാണ്. അങ്ങനെ ആ തൊടുപുഴയിൽ നിന്ന് വിവാഹം കഴിച്ച മകനെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ മറുപടി അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം എന്ത് വന്നാലും അന്വേഷണത്തോട് യോജിക്കും, അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയും, അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അതിന് ഈ ഒരു സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അവർക്കിതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറയണം. ഈ പണം പിരിക്കുന്നതിനുള്ള ശബ്ദരേഖ പുറത്തു വന്ന അനുമോനുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആർക്കാണ് അടുത്ത ബന്ധം, റിലേഷൻ, ബന്ധമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പല്ല, റിലേഷൻ, അവർക്ക് ആർക്കാണ് ഉള്ളത് അവർ പറയണം. ആ റിലേഷനിലെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കൂടി ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസ്സാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. 17 കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. പുക ഉയർന്നതോടെ ഡ്രൈവർ വാഹനം നിർത്തി കുട്ടികളെ പുറത്തെത്തിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇന്ന് രാവിലെ 9 മണിയോടെ ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. കുട്ടികളെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളം ഒഴിച്ചാൽ ശരിയാകത്തില്ലേ? വെള്ളം ഒഴിച്ചാവും. ഫോറസ്റ്റിൽ വെള്ളം പോകണം. ഫോറസ്റ്റിൽ വെള്ളം പോയാൽ കത്താതെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 17 കുട്ടികൾ ഇന്ത്യയിൽ തന്നെ എനിക്ക് ഇറക്കാൻ പറ്റും. കുട്ടികളെല്ലാം സുരക്ഷിതരാ. കഴിഞ്ഞിട്ട് അവരെ മുമ്പോട്ട് നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് പെണ്ണിക്കര വെച്ചാണ് ഒരു സ്കൂൾ ബസ്സിന് തീ പിടിക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ നാട്ടുകാർ ബസ്സിലെ സ്റ്റാഫും ചേർന്ന് 10-20ഓളം കുട്ടികളെ ഉണ്ട്. അവരെ വളരെ വേഗതയിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചു. തീ എന്നാൽ പിന്നീട് അതിവേഗതയിൽ ആളിക്കെത്തി. ഫയർഫോഴ്സിനെ വിളിച്ചെങ്കിലും അവർ റെയിൽവേ ക്രോസിൽ പെടുകയായിരുന്നു. അതിനുശേഷം വന്നു ദ്രുതഗതിയിൽ തീ അണച്ചു. ഏതായാലും ഭാഗ്യത്തിന് കുട്ടികൾക്കൊന്നും പരിക്കില്ല.
ആരെയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ഭുതകരമായിട്ടായിരുന്നു ആ രക്ഷപ്പെടൽ. ഫയർഫോഴ്സും നാട്ടുകാരും സജീവമായിട്ട്. തീപിടുത്തത്തിന് കാരണം ഫ്രണ്ടിൽ ഡീസലിൻ്റെ മറ്റോ ചോർച്ചയുണ്ടോ എന്നൊരു സംശയമുണ്ട്. റേഡിയേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഈ താഴോട്ട് കത്തിയിറങ്ങുന്നതാണ് കണ്ടത്. സിക്കിം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 9. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലും പ്രളയത്തിന്റെ ആഘാതം കൂട്ടുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. Ano sampai gorma ni? Pero mo punta kaya ito gumana sa tira. Semua kamu tu. Ya. Woo. Final lo nya poro goyala anyoro. കന്നഡ നടൻ ദർശൻ തുഗ്ദീപ അറസ്റ്റിലായ കൊലപാതക കേസിൽ ഒരാൾ കൂടി കീഴടങ്ങി. മരിച്ച രേണുകാസ്വാമിയെ ബംഗളൂരുവിലെത്തിച്ച ടാക്സി ഡ്രൈവറാണ് പോലീസിന് കീഴടങ്ങിയത്. ചിത്രദുർഗയിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മുൻപാകെയാണ് ഡ്രൈവർ രവി കീഴടങ്ങിയത്. കേസിൽ ദർശനും കാമുകി പവിത്ര ഗൌഡയും ഉൾപ്പെടെ 11 പേർ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. കേസിൽ മറ്റൊരു പ്രതിയായ രാഘവേന്ദ്രയാണ് രേണുകാസ്വാമിയെ ബംഗളൂരുവിലെത്തിക്കാൻ ടാക്സി ഏർപ്പാടാക്കിയിരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പവിത്ര ഗൌഡയ്ക്കെതിരെ മോശം കമന്റുകൾ ഇട്ടതിന്റെ പ്രതികാരത്തിലാണ് കൊലപാതകമെന്നാണ് കേസ്. നീറ്റ് UG പരീക്ഷ നടത്തിപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ NTA-ക്കും കേന്ദ്രത്തിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടക്കമാണ് നോട്ടീസ്. ജൂൺ 8 ഹർജിയിൽ വാദം കേൾക്കും. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. സമാധാനം, അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിക്കൊപ്പമാണ് മാർപ്പാപ്പ G7 ഉച്ചകോടിക്ക് എത്തിയത്. ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മാക്രോൺ, യൂറോപ്യൻ പാർലമെൻറ്റ് ചീഫ് ഉർസുല വോൺ എല്ലാവരെയും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തുടങ്ങിയവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാർപ്പാപ്പ ആശ്ലേഷിക്കുന്ന ചിത്രം കൂടി ഇപ്പോൾ ലോകമാധ്യമങ്ങൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ പ്രത്യേക ക്ഷണ സ്വീകരിച്ചുകൊണ്ടുകൂടിയാണ് മാർപ്പാപ്പ G7 ഉച്ചകോടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഒപ്പം പ്രധാനമായും AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉയർത്തുന്ന വെല്ലുവിളികളടക്കമുള്ളവയിലുള്ള ആശങ്ക മാർപ്പാപ്പ പങ്കുവച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്ത് വരികയാണ്. ഇറ്റാലിയൻ നഗരമായ പുഗിലിയയിലാണ് G7 ഉച്ചകോടി നടക്കുന്നത്. അൾജീരിയ, അർജന്റീന, ബ്രസീൽ, ജോർദാൻ, കെനിയ, മൗറീഷ്യാന മുതലായവ പങ്കെടുക്കുന്നു. ആഫ്രിക്കൻ യൂണിയനും ടാൻസാനിയ, ടർക്കി, യുണൈറ്റഡ് അറബ്
എമിറേറ്റ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചർച്ചയിൽ, ഇന്ത്യ ഉയർത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ 77 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 1062 ഗ്രാം സ്വർണവുമായി അബുദാബിയിൽ നിന്ന് വന്ന തിരൂർ സ്വദേശി ഷമീറിനെയാണ് എയർപോർട്ടിന് പുറത്ത് പോലീസ് പിടികൂടിയത്. സ്വർണം മിശ്രിത രൂപത്തിൽ ക്യാപ്സൂളുകളാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് കടത്തിയത്. തോപ്പിൽ ഭാസിയുടെ സഹോദരി വള്ളിക്കുന്നം ചെറുനിക്കൽ ഭാർഗവിയമ്മ അന്തരിച്ചു. CPI നേതാവ് തോപ്പിൽ ഗോപാലകൃഷ്ണന്റെ അമ്മയാണ്. 98 വയസ്സായിരുന്നു. പരേതനായ ശങ്കരപ്പിള്ളയാണ് ഭർത്താവ്. ന്യൂസ് 18 കേരളം വീഡിയോ എഡിറ്റർ CR ശരത്ത് പൗത്രനാണ്. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലോക കേരള സഭാവേദിയിൽ ദേശീയഗാനം പ്ലേ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി അത് നിന്നു. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉദ്യോഗസ്ഥർ പകച്ചു നിന്നില്ല. നോർക്ക സെക്രട്ടറി വാസുകിയുടെ നേതൃത്വത്തിൽ ആ ദൗത്യം ഏറ്റെടുത്തു. मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जय हे जय हे जय हे जय 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 हे. ലോക കേരള സഭയിൽ ദേശീയ ഗാനം അപ്രതീക്ഷിതമായി നിന്നു പോയപ്പോൾ ഉണ്ടായ സംഭവമാണ്. നോർക്ക സെക്രട്ടറി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ആ ഗാനം ദേശീയഗാനം ആലപിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലേറെ ചർച്ച ചെയ്യപ്പെടുന്നു ഈ നിമിഷത്തിൽ ഈ വാർത്ത. വി അരുൺ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. ലോക കേരള സഭയുടെ ഉദ്ഘാടനമായിരുന്നു വേദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സദസ്സിലെത്തുകയും ദേശീയഗാനത്തോടുകൂടി പരിപാടികൾ ആരംഭിക്കാൻ സംഘാടകർ നിർദ്ദേശിക്കുകയായിരുന്നു. ആദ്യം ദേശീയഗാനം പ്ലേ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ദേശീയഗാനം പ്ലേ ചെയ്യാൻ പറയുമ്പോൾ ആ ദേശീയഗാനം പ്ലെയറിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. 3 മിനിറ്റോളം മുഖ്യമന്ത്രിയും മറ്റ് സദസ്സുള്ള മുഴുവൻ പേരും ദേശീയഗാനം പ്ലേ ചെയ്യുന്നത് കേൾക്കാനായി എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് ദേശീയഗാനം പ്ലേ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നോർക്ക സെക്രട്ടറി മുഖ്യമന്ത്രി അവിടെ നിന്ന് മന്ത്രി കെ രാജനോട് തൻ്റെ അടുത്ത് കെ രാജനോട് പറയുന്നുണ്ടായിരുന്നു, ആരെങ്കിലും കൊണ്ട് പാടിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നോർക്ക സെക്രട്ടറി കെ വാസുകി IAS നേതൃത്വത്തിൽ ദേശീയഗാനം ആലപിച്ചത്. ആ ദൃശ്യങ്ങളാണ് ന്യൂസ് 8 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്നത്. അവിടെയാണ് ഉദ്ഘാടന സെഷനിൽ ദേശീയഗാനം ആലപിക്കാൻ ദേശീയഗാനം പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോൾ ദേശീയഗാനം കേൾക്കാതെ വന്നത് നമ്മളറിയാം. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരമൊരു ദേശീയഗാനം വിവാദം കണ്ടത്, ഒരു വിവാദമായി മാറിയത് കോൺഗ്രസിൻ്റെ പരിപാടിയിലായിരുന്നു. അവിടെ
ദേശീയഗാനം കേൾക്കാതിരുന്നപ്പോൾ DCCയുടെ അധ്യക്ഷൻ പാലോട് രവി തെറ്റായ ദേശീയഗാനം ആലപിച്ചതൊക്കെ വലിയ വിവാദമായി മാറിയിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായി നോർക്ക സെക്രട്ടറി കെ വാസുകിയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഇടപെടുകയും അവർ ദേശീയഗാനം ആലപിക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സദസ്സ് ലോകകേരള സഭ അംഗങ്ങൾ ഒന്നടങ്കം അത് ഏറ്റുപാടി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഒരു ക്രൈസിസ് മാനേജറായി കൂടി കെ വാസുകി അവിടെ ഇടപെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാസി മലയാളി ഫോറത്തിന് മാധ്യമ പുരസ്കാരം ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് ഏറ്റുവാങ്ങി. മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർക്കുള്ള അവാർഡ് മന്ത്രി സജി ചെറിയാനാണ് സമ്മാനിച്ചത്. കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്താ പരമ്പരയാണ് അവാർഡിന് അർഹനാക്കിയത്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്ന ആഗോള പ്രവാസി നേതൃസംഗമത്തോടനുബന്ധിച്ചായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. ഫൊക്കാന സെക്രട്ടറി ഡോക്ടർ കലാ ഷാഹി, ഫോമർ റീജിയണൽ ചെയർമാൻ സിജിൽ പാലക്കലോടി, പ്രിൻസ് പള്ളിക്കുന്നൽ, പോൾ ടി ജോസഫ്, നസീർ സലാം, സുനു എബ്രഹാം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6565 രൂപ, പവന് 52,520. 18 ക്യാരറ്റ് ഗ്രാമിന് 5480, പവന് 43,840 രൂപയും. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോയ്ക്ക് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് 6. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. നമസ്കാരം.